Good afternoon students. എൻ്റെ പേര് രേഷ്മ എന്നാണ്. മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടയ്ക്കൽ നിന്നാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2-ലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു 5 വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ഡയറക്റ്റ്ലി പോവുകയാണ്. ടൈം ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ us. നമ്മളപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ്ലി പോവുകയാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, find the area of parallelogram. Find the area of parallelogram whose adjacent sides are determined by the vectors. Whose adjacent sides are determined by the vector. Vector A I minus j plus 3k and vector B is equal to 2 minus 7j plus k. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തൊക്കെ സൈഡ്സ് തന്നിട്ടുണ്ട്, 2 സൈഡുകൾ തന്നിട്ടുണ്ട്. വെക്റ്റർ എ എന്താണ്, ഒരു വെക്റ്റർ എയും തന്നിട്ടുണ്ട്, വെക്റ്റർ ബിയും തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ ചോദിച്ചത് എന്താണ്, ഏരിയ ഓഫ് എ പാരലോഗ്രാം. അപ്പോൾ ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്നുള്ള സെക്ഷനൊക്കെ വരുന്നത് ഇതില്ല, വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുന്ന മോഡ്യൂളിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുല ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്യാണ്. ഏരിയ ഓഫ് എ പാരലോഗ്രാം, is equal to mod A cross B. mod വെക്റ്റർ രണ്ടും വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി, പിന്നെ എന്ത് കാണുന്നുണ്ട്, നമ്മളതിൻ്റെ മോഡുലസ് കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മോഡുലസ് കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കാണുക, ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണുക, നമ്മൾ വെക്ടേഴ്സ് നോക്കുക. ഒരു പാരലോഗ്രത്തിൻ്റെ നോക്കൂ, I minus j plus 3k എന്നാണ് ഒരു വെക്ടർ തന്നിട്ടുള്ളത്. അപ്പോൾ ഐൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ് ഇവിടെ, ഫസ്റ്റ് നമ്മൾ ആരെ റെപ്രസെൻറ്റ് ചെയ്യുക, ഐ ജെ കെനെ റെപ്രസെൻറ്റ് ചെയ്യുക. ദെർഫോർ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ 1 minus 1, കെൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ 3. ഇനി എ ക്രോസ് ബി എന്നായതുകൊണ്ട് നെക്സ്റ്റ് ആരെ എഴുതണം, ബി എന്നുള്ള വെക്ടറിന് എഴുതണം. നെക്സ്റ്റ് ബി ആരാണ് 2 minus 7, അടുത്ത ആരാ 1. Therefore A cross B is equal to modulus of that എന്ന് എഴുതുക. ഇനി എങ്ങനെയാണ് ഈ വെക്ടർ ഇങ്ങനെ കണ്ടുപിടിക്കുക, എങ്ങനെ കാണാം, ഐ ഫസ്റ്റത്തെ ഈ റോയും ഈ കോളും എഴുതുക, ഐൻ്റെ എടുക്കുക. അതായത് 4 is equal to minus 1 into 1 minus അടുത്ത ഏതാണ് 7 into -7 × 3. അടുത്തതോ അത് കഴിഞ്ഞു. അടുത്ത ആരെടുക്കുക, ജെ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിന് എടുക്കുക. യൂണിറ്റ് വെക്ടേഴ്സിനൊക്കെ ഒരു ക്യാപ്പ് റെപ്രസെൻറ്റ് ചെയ്യണം. ജെ എന്നുള്ള എടുക്കുന്ന സമയത്ത് ഏതാ, ജെൻ്റെ റോയും കോളും ഒഴിവാക്കുക. therefore it is equal to 1 minus 3 × 2 പ്ലസ് നെക്സ്റ്റ് ആരാണ്, കെ എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ആണ്. കെ എന്ന് പറയുന്നത് ഏതാ, കെൻ്റെ ഏതാ വരിക, കെൻ്റെ റോയും കോളും ഒഴിവാക്കുക. ആ റോയും കോളും ഒഴിവാക്കി നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക, -7 × 1 മൈനസ് അടുത്ത -1 × 2. Therefore അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡിറ്റർമിനൻ്റ് കാണുന്ന അതേ മോഡൽ തന്നെ ഡിറ്റർമിൻ ഉള്ള ആ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ ക്രോസ് ബി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20i plus 5j minus 5k. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 20i plus 5j minus 5k എന്നാണ്. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താണ്, വെറും എ ക്രോസ് ബി ആണ്. നമ്മളോട് കാണാൻ ചോദിച്ചുള്ളത് എന്താ, മോഡുലസ് എ ക്രോസ് ബി. മോഡുലസ് ഉള്ളത് കാണുന്ന സമയത്ത് എന്താ ചേഞ്ച് വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു, മോഡുലസ് എങ്ങനെ കാണുക, ദാറ്റ് ഈസ് ഈക്വൽ ടു √20² plus 5² plus 5². ദാറ്റ് ഈസ് ഈക്വൽ ടു 400 plus 25 plus 25. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊന്നും നിങ്ങൾ ബോദർ ചെയ്യേണ്ട, ഒക്കെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, x² plus y² plus z². therefore it is equal to √450. 450 ഏരിയ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, സ്ക്വയർ യൂണിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ വെക്റ്റർ ആൾജിബ്രയിൽ
ഡോട്ട് പ്രൊഡക്റ്റും ഉണ്ട് ക്രോസ് പ്രൊഡക്റ്റും ഉണ്ട്. അതിൽ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഇത് ഏരിയ ഓഫ് എ പാരലോഗ്രാം. അതേപോലെ തന്നെ ഒന്നുകൂടി ചോദിക്കാറുണ്ട് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ആകുമ്പോൾ ഫോർമുലയിൽ ചേഞ്ച് ഒന്നുമില്ല, എന്തും കൂടി വരും ഹാഫ് മോഡുലസ് എ ക്രോസ് ബി. ഒന്ന് ഓർത്ത് വെക്കുക. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അങ്ങ് ഹാഫ് മോഡുലസ് എ ക്രോസ് ബി, പാരലോഗ്രാം അങ്ങ് എന്താ ഹാഫ് മോഡുലസ് എ ക്രോസ് ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടന്നു പോവാം. വെക്ടർ ആൾജിബ്രയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണ് വെച്ചാൽ ഏറ്റവും ഈസി സെക്ഷന് വെക്ടർ മെട്രിക്സുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെക്ടേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ എടുത്തത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ moment about the point. Find the moment about the point I plus 2j minus k of a force represented by I plus 2j plus k acting through the point ഏത് പോയിന്റിലൂടെ കടന്നു പോകുന്നത് 2i plus 3j plus k. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഫൈൻഡ് ദ മൊമെന്റ് കാണാനാണ് ചോദിച്ചുള്ളത്. ഫൈൻഡ് ദ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് I plus 2j minus kയിലുള്ള മൊമെന്റ് ആണ് കാണേണ്ടത്. ഓഫ് എ ഫോഴ്സ് റെപ്രസെൻറ്റഡ് ബൈ, ഫോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് I plus 2j plus k ആക്ടിങ് ത്രൂ ദ പോയിന്റ്. ഏത് പോയിന്റിലൂടെയാണ് ആ ഫോഴ്സ് കടന്നു പോകുന്നതെന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് ചിത്രത്തിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക, ഡയഗ്രാമിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു പി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് കൊടുത്തു? എ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പോയിന്റിലൂടെയാണ് എന്ത് കടന്നു പോകുന്നതെന്ന് പറയുന്നത് ആക്ടിങ് ത്രൂ ദ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുക? 2i plus 3j plus k എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയോ ഫോഴ്സ് എന്ത് തന്നിട്ടുണ്ട്? ഫോഴ്സ് ഈസ് ഗിവൺ ആസ് F ഈസ് ഈക്വൽ ടു I plus 2j plus k തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കാണാൻ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് I plus 2j minus kയിലുള്ള മൊമെൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മൊമെൻറ്റും എന്തിൻ്റെ അപ്ലിക്കേഷനാണ്? വെക്റ്റർ ആൾജിബ്രയിൽ ഞാൻ പറഞ്ഞില്ലേ ഡോട്ട് പ്രൊഡക്റ്റും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രോസ് പ്രൊഡക്റ്റും ഉണ്ട്. അതിൽ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് എന്തെന്ന് പറയണത്? മൊമെൻറ്റ്, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഏരിയ ഓഫ് എ പാരലോഗ്രാം. നെക്സ്റ്റ് വൺ ഏതാണ്? മൊമെൻ്റ് ഒക്കെ എന്തിൻ്റെ അപ്ലിക്കേഷനാണ്? ക്രോസ് പ്രൊഡക്റ്റിൻ്റെ അപ്ലിക്കേഷനാണെന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ പോയിന്റിലുള്ള മൊമെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫോർമുല എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ R ക്രോസ് എഫ്. എന്താണ് മൊമെൻറ്റം കാണാനുള്ള ഫോർമുല? ദാറ്റ് ഈസ് ഈക്വൽ ടു R ക്രോസ് എഫ്. ഇതിൽ R എന്ന് പറയുന്നതാണ് നിങ്ങളെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു PA. PA എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? PA എന്ന് പറഞ്ഞാൽ that is equal to a minus p. that is equal to PA എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ കാണാം? വെക്ടർ A നിന്ന് ആരെ കുറയ്ക്കുക? വെക്ടർ P എന്ന് പറയുന്ന പോയിന്റിനെ കുറയ്ക്കുക. that is equal to എങ്ങനെ വരിക? A എന്ന് പറയുന്നത് എത്രയാണ് ഇപ്പോൾ തന്നുള്ളത്? 2i plus 3j plus k തന്നിട്ടുണ്ട്, മൈനസ് P എന്ന് പറയുന്ന പോയിന്റോ I plus 2j minus k. ഇനി ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 2 മൈനസ് ഇവിടെ ഐൻ്റെ കോഎഫിഷ്യൻ 2, ഇവിടെ ഐൻ്റെ ഇവിടെ ആരാ? 1. therefore that is equal to 1i 3 minus 2 that is equal to 1j. 1 minus of minus that is equal to 1 minus of minus എന്ന് പറഞ്ഞാൽ എന്തായി മാറും? പ്ലസ് 2k. ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? R എന്ന് പറയുന്ന പോയിന്റ്. ഇനി R മാത്രമല്ല നമുക്ക് കാണാനുള്ളത്, Rനെ എന്തിനായിട്ടാണ് ക്രോസ് ചെയ്യാനുള്ളത്? ഫോഴ്സുമായിട്ടാണ് എന്ത് ചെയ്യാനുള്ളത്? ക്രോസ് പ്രൊഡക്റ്റ് നടത്താനുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഓർക്കണം, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണ മെത്തേഡ് മറന്നു പോകരുത്. R ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു IJK എന്ന് എഴുതാം. അതിൽ യാതൊരു വ്യത്യാസമില്ല. R എന്ന് പറയുന്നതിൻ്റെ നോക്കൂ 1 1 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 1 2. ഇനി ഫോഴ്സിൻ്റെതോ? ഫോഴ്സിൻ്റെ കോഎഫിഷ്യൻസ് നോക്കൂ. അതിൻ്റെ ആരാണ്? 1 2 1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ I ഉള്ളതിനെ ഇങ്ങനെ തന്നെ എഴുതി ബ്രാക്കറ്റിലിട്ടു. ആരെ മൾട്ടിപ്ലൈ ചെയ്യാം? 1 മൈനസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് j ഇൻറ്റു ജെൻ്റെ റോയും കോളും ഒഴിവാക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 പ്ലസ് k ഇൻറ്റു കെൻ്റെ റോയും കോളും ഒഴിവാക്കുക. ആരെ മൾട്ടിപ്ലൈ ചെയ്യാം? 2 മൈനസ്
2 minus 1. Okay, that is equal to minus 3i plus 1j plus k. ഇതാണ് നമുക്ക് കിട്ടുന്ന വെക്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു minus 3i plus 1j plus k. ഇനി ഇതിൻ്റെ എന്താണ് നമുക്ക് കാണാൻ ചോദിച്ചുള്ളത് നോക്കൂ. ഇപ്പം നമ്മൾ വെറും കണ്ടുപിടിച്ചുള്ളത് എന്താ, ആർ ക്രോസ് എഫ് ആണ് കണ്ടുപിടിച്ചുള്ളത്. നമുക്ക് ആർ ക്രോസ് എഫ് മാത്രമല്ല എന്ത് കാണണം, ഈ മൊമെൻറ്റം കാണാനുള്ള ഫോർമുല എന്താ, മോഡുലസ് ആർ ക്രോസ് എഫ് ആണ്. മോഡുലസ് കാണുമ്പോൾ എന്താ അതിൽ ചേഞ്ച് വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, 3 square plus 1 square plus 1 square. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, റൂട്ട് that is equal to 9 plus 1 10 plus 1 that is equal to root 11. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ മൊമെൻറ്റം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടി ഞാൻ പറയാം. ക്രോസ് പ്രൊഡക്റ്റിൻ്റെ അപ്ലിക്കേഷനാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് പാരലോഗ്രാം, മൊമെൻറ്റം. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഈസിയാണ് ചെയ്യാൻ. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയഗ്രാം വരച്ച് വെക്കുക. പിന്നെ ആർ ക്രോസ് എഫ് എന്ന് പറയുമ്പോൾ ആറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം ഫസ്റ്റ് എഴുതുക, എഫിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം നെക്സ്റ്റ് എഴുതുക. തിരിഞ്ഞെഴുതാൻ പാടില്ല. തിരിഞ്ഞെഴുതി കഴിഞ്ഞാൽ എഫ് ക്രോസ് ആർ ആയി പോകും കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റും സെക്കൻഡും ഇപ്പോൾ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇനി തേർഡ് വണ്ണിലേക്ക് നമുക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ third question, that is equal to solve 2x plus 3y plus z is equal to 11. Next one, 2x minus y plus 4z is equal to 13. Next one, 3x plus 4y minus 5z is equal to 3. Solve എന്നാണ് തന്നിട്ടുള്ളത്. ബൈ നിങ്ങളെ മെട്രിക്സ് എന്ന് പറയുന്ന മോഡ്യൂളിലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ബൈ ക്രാമേഴ്സ് റൂൾ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഏതാണ് അതിൻ്റെ വേറെ പേര്, മെത്തേഡ് ഓഫ് ഡിറ്റർമിനൻസ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഒന്നെങ്കിൽ മെത്തേഡ് ഓഫ് ഡിറ്റർമിനൻസ് ഡയറക്റ്റ് തരും, അല്ലെങ്കിൽ എന്ത് തരും, യൂസിങ് ക്രാമേഴ്സ് റൂൾ. അപ്പോൾ രണ്ടിൻ്റെയും പേര് ഓർത്ത് വെക്കുക. ക്രാമേഴ്സ് റൂൾ ആണെങ്കിലും ഡിറ്റർമിൻ മെത്തേഡ് ആണെങ്കിലും സെയിം ആണെന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ സോൾവ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേരിയബിൾ ആയിട്ടുള്ള ആരൊക്കെ, എക്സ് വൈ സെഡ് എന്ന് പറയുന്ന വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഫസ്റ്റ് വേണമെന്ന് നോക്കൂ, ഈ തന്ന സാധനത്തിന് എന്തിലേക്ക് മാറ്റുക, മെട്രിക്സിലേക്ക് മാറ്റുക. അപ്പോൾ ഈ ക്രാമേഴ്സ് റൂളിലെല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് എന്ത് ബേസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു മെട്രിക്സ്, ആദ്യത്തെ ഒരു മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യാം, എഴുതുകയാണ്. അതിൽ നോക്കൂ, ഫസ്റ്റത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ, 2, വൈൻ്റെ ആരാ, therefore 2 3 1. നെക്സ്റ്റോ 2 minus 1 4. നെക്സ്റ്റോ 3 4 minus 5. ഇനി ഇവിടെ കാണുന്ന വെക്റ്റർ ആണെന്ന് പറയണമെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ ഡി വെക്റ്റർ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 11 13 3 ആ വെക്റ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് ഗീവൺ മെട്രിക്സിനെ, ഗീവൺ ലീനിയർ ഇക്വേഷനെ എന്തിലേക്ക് മാറ്റി, മെട്രിക്സിൻ്റെ ഫോർമാറ്റിക്ക് മാറ്റി. ഇനി എങ്ങനെ ഡിറ്റർമിൻ്റ് കാണാം, ഡിറ്റർമിൻ്റ് കാണുന്നത് എങ്ങനെയായിരുന്നു, 2 ഇൻറ്റു ഈ റോയും കോളും ഒഴിവാക്കുക, ആരെ മൾട്ടിപ്ലൈ ചെയ്യുക, -1 ഇൻറ്റു -5 മൈനസ് അടുത്ത ആരാ 4 ഇൻറ്റു 4 മൈനസ് അടുത്ത ഏതാ 3ൻ്റെ റോയും കോളും ഒഴിവാക്കുമ്പോൾ എന്താ വരിക, -5 ഇൻറ്റു 2 മൈനസ് അടുത്ത ആരെടുക്കുക 4 ഇൻറ്റു 3. ഓക്കെ, ഇനിയോ പ്ലസ് അല്ല +1 ഇൻറ്റു ഏതാ ഈ റോയും ഈ കോളും ഒഴിവാക്കുക. therefore it is equal to 4 ഇൻറ്റു 2 മൈനസ് ഓഫ് 1 ഇൻറ്റു 3. അപ്പോൾ ആദ്യം ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഡിറ്റർമിൻ്റ് കാണുന്ന അതേ മോഡലിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 55. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഡെൽറ്റ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റാണ് 55. അപ്പോൾ ഇനി ക്രാമേഴ്സ് റൂൾ പ്രകാരം നമുക്ക് ഡെൽറ്റ മാത്രമല്ല കണ്ടുപിടിക്കാനുള്ളത്, ആരൊക്കെ ഉണ്ട്, ഡെൽറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ചും ഇല്ല, ഈസിയാണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റത്തെ റോയിൽ നമ്മൾ ഈ ഡെൽറ്റയിലത്തെ 2 2 3 എന്ന് പറയുന്നത് ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം, ഇവിടെ ഈക്വൽ ടു ഇപ്പുറത്ത് നമുക്ക് 3 വാല്യൂസ് തന്നിട്ടില്ലേ, ആ ഡി വെക്ടറിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ 11, നെക്സ്റ്റ് വൺ ഏതാ വരിക 13, നെക്സ്റ്റ് വണ്ണോ 3. ഇനിയോ ഈ റോസിനൊന്നും ചേഞ്ച് വരില്ല, 3 -1, നെക്സ്റ്റ് വൺ ഏതാ 4, ലാസ്റ്റ് 1 4 -5. അപ്പോൾ ഡെൽറ്റ 1 എന്ന് പറയുന്ന
മെട്രിക്സിന് എന്ത് ചെയ്യുക, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, ഡിറ്റർമിനൻ്റ് കാണാം. ഡിറ്റർമിനൻ്റ് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ടൈം കുറവായതുകൊണ്ട്. Δ1 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 165 എന്ന് കിട്ടും. ഇതേപോലെ Δ2 ഞാൻ ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് തരാം. Δ2 എങ്ങനെ കാണാം, Δ2 എന്ന് പറയുമ്പോൾ എന്താ ചേഞ്ച് വരിക, ഇതിന് ചേഞ്ച് വരുമോ, ഇല്ല. Therefore 2 2 3 അതേപോലെ തന്നെ എഴുതുക. ആർക്ക് ഏത് റോനെയാണ് ഏത് കോളം ചേഞ്ച് ചെയ്യുക, 3 - 1 4നെ ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം, 11 13 3നെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ലാസ്റ്റ് കോളത്തിന് ചേഞ്ച് ഒന്നുമില്ല. 1 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു Δ2 ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 55. ഇനി നമുക്ക് Δ3 കാണണം. Δ3 എന്ന് പറയുന്നത് എന്താ ചേഞ്ച് വരിക, ഫസ്റ്റത്തെ 2 കോളത്തിനും ചേഞ്ച് ഇല്ല, ലാസ്റ്റത്തേന് മാത്രമേ ചേഞ്ച് വരുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 2 2 3 അത് അങ്ങനെ തന്നെ എഴുതും. അടുത്തേതാ 3 - 1 4 എന്നുള്ളതല്ല, അങ്ങനെ തന്നെ എഴുതും. 1 4 - 5 എന്നുള്ളത് എന്തായിട്ട് റീപ്ലേസ് ചെയ്യും, 11 13 3നെ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ Δ3 എന്നുള്ള വെക്ടറിൻ്റെ ആൻസർ എന്താണ്, Δ3 ഈസ് ഈക്വൽ ടു 110. അത് നിങ്ങൾ ഇതേപോലെ തന്നെ ഈ ഡിറ്റർമിനൻ്റ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തില്ലേ, അതുപോലെ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ Δ1 Δ2 Δ3 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് വേരിയബിൾസ് ആരൊക്കെ കണ്ടുപിടിക്കാനുള്ളത്, എക്സ് അറിയണം, വൈ അറിയണം, സെഡ് അറിയണം. ഓക്കെ, അപ്പോൾ എക്സ് വൈ സെഡ്. എക്സ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഗിവൺ മെട്രിക്സിനെ എപ്പോഴും ഡിനോമിനേറ്ററിൽ എഴുതണ മാറിപ്പോവരുത്. എന്താണ്, Δ1 ആരെ കൊടുക്കുക, Δ1 ചെയ്താൽ നമുക്ക് ആരെ കിട്ടും, എക്സ് കിട്ടും. നെക്സ്റ്റ് വൈയോ, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, Δ2 Δ3. സെഡ് എന്ന് പറയുന്നത് Δ3 അപ്പം നമുക്ക് ഈ 3 ടേംസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഫോർ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. വൈ ഈസ് ഈക്വൽ ടു 1 കിട്ടും. സെഡ് ഈസ് ഈക്വൽ ടു 2 കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് വൈ സെഡ് ആയി 3 വേരിയബിൾസും നമ്മൾ കണ്ടുപിടിച്ചു. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്രാമേഴ്സ് റൂൾ അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് മെത്തേഡ് എന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിക്കും. ഈ രീതിയിലാണ് ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് പാസ് ആവാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പഠിക്കുന്നത് വെച്ചാൽ ഇതെന്ത് ചെയ്യുക, അത് മിസ് ചെയ്യരുത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്രാമേഴ്സ് റൂളിൻ്റെ ഒരു ക്രാമേഴ്സ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു മെത്തേഡും കൂടി നിങ്ങൾക്ക് ഉണ്ട്, ഇൻവേഴ്സ് കോഎഫിഷ്യന്റ് മെത്തേഡ്. അത് മോർണിംഗ് വീഡിയോ ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഡിറ്റർമിനന്റ് മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യന് ഇഫ് വെക്റ്റർ A is equal to 5i minus j minus 3k and vector B is equal to I plus 3j minus 5k. Show that A plus B and A minus B are perpendicular to each other. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് വെക്ടർ ആൾജിബ്ര എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ ആൾജിബ്രയിലത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്, 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. വെക്ടർ എയും തന്നിട്ടുണ്ട്, വെക്ടർ ബിയും തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് കേട്ടോ. ഞാൻ എല്ലാറ്റിനും ക്യാപ്പ് ഇടാൻ ചിലപ്പോൾ മറന്നു പോകും. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാറ്റിലും എന്തുണ്ടായിരിക്കും, ക്യാപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. ഐ ജെ കെക്കൊക്കെ എന്തുണ്ടായിരിക്കും, ക്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ A plus ബിയും A minus ബിയും ആണ് ആദ്യം എന്ത് ചെയ്തുള്ളത്, നമ്മളോട് കാണാൻ പറഞ്ഞു. ഷോ ഫസ്റ്റ് A plus ബിയും A minus ബിയും കാണാം. എന്ന ശേഷം എന്ത് ചെയ്യുക, ആ 2 വെക്ടേഴ്സ് എന്താണെന്ന് തെളിയിക്കണം, പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളെ പരിപാടി ഏതാ, A plus ബി കാണാം. വെക്ടർ A plus ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, വെക്ടർ A plus ബി ഈസ് ഈക്വൽ ടു 6i 5i പ്ലസ് ഇവിടെ ഐൻ്റെ മുന്നാരുണ്ട് 1 ഉണ്ട്. അപ്പോൾ therefore 6i. അടുത്തത് -1 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 2j. അടുത്തതോ -3 ഉണ്ട്, ഇവിടെ വരാം
-5k that is equal to രണ്ടും മൈനസ് ആണ്, therefore it is equal to -8k. അപ്പോൾ i j k ക്ക് നിങ്ങൾ എന്തിടണം? യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ റെപ്രസെൻ്റ് ആയ ക്യാപ്പ് ഇടണം. ഓക്കെ, ഇപ്പോൾ a + b കിട്ടി. ഇനി നമുക്ക് ആരെ കാണുള്ളത്? a - b. a - b എന്ന് പറയുന്നത് എന്താ? ഈ വെക്ടറിൽ നിന്ന് ആരെ കുറയ്ക്കുക? മറ്റേ വെക്ടറിനെ കുറയ്ക്കുക. 5i നിന്ന് മറ്റേത് കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4i. അടുത്തതോ -1 നിന്ന് ആരെ കുറയ്ക്കണം? +3j കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -4j പ്ലസ് ലാസ്റ്റ് വൺ ഏതാണ്? -3 -5k ദാറ്റ് ഈസ് ഈക്വൽ ടു 2k. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, a + bയും കിട്ടിയിട്ടുണ്ട്, a - bയും കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ? നമ്മളോട് പറഞ്ഞത് എന്താണ്? രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാനാണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാൻ ചോദിച്ചാൽ എന്താണ്? അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു എന്താവണം? 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് പറയാം? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് a + bയും a - bൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 6 × 4 a1. നമ്മളിപ്പോൾ a.b രണ്ട് വെക്ടേഴ്സ് a.b കാണാൻ ചോദിച്ചാൽ a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 എന്നൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതിൽ 6 × 4 പ്ലസ് അടുത്ത ഏതാണ് എടുക്കേണ്ടത്? 2 × ആരെടുക്കണം? 2 × -4 പ്ലസ് അടുത്തതോ -8 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 4 24 പ്ലസ് 4 2s are -8 പ്ലസ് -16. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താന്ന് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? a + b ആൻഡ് a - b ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറയാം. ഓക്കെ, സോ a + b ആൻഡ് ഏതാണ്? a - b ആർ പെർപെൻഡിക്കുലർ അല്ല, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറയാം. അപ്പോൾ എ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഇതുവരെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരുന്നത്. a.b കാണാനുള്ള ഫോർമുല ഒന്നുകൂടി ഓർത്ത് വെക്കുക. a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ് അടുത്തത് 5th ക്വസ്റ്റ്യൻ ആണ്. 5th ക്വസ്റ്റ്യൻ നമുക്ക് വെക്ടറിൽ തന്നെയാണ്. പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പ്രൊജക്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, മിസ് ചെയ്യരുത്. പ്രൊജക്ഷൻ്റെ സെക്ഷൻ തീരെ മിസ് ചെയ്യരുത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ വളരെയധികം സാധ്യത ഉണ്ട്. 4th അല്ല, 5th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് I - j on the vector I + j. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് I - j ഓൺ വെക്റ്റർ I + j. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. വെക്ടേഴ്സിന് നെയിം ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? വെക്ടേഴ്സിന് ഫസ്റ്റ് ഒന്ന് നെയിം ചെയ്യാം. ഫസ്റ്റത്തെ I - j എന്നുള്ള വെക്ടറിനെ നമുക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? വെക്റ്റർ a എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, I - j. ഇനി വെക്റ്റർ b എന്ന് പറയുന്നതിന് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? I + j. ഞാനിവിടെ യൂണിറ്റ് ക്യാപ്പ് ഇടുന്നുണ്ട്, മറന്നു പോകുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വെക്റ്റർ എയും കിട്ടി, വെക്റ്റർ ബിയും നിങ്ങൾക്ക് ഗീവൺ ആണ്. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എനെ വെക്റ്റർ ബിനെ മേലേക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താ വെച്ചാൽ a cos θ ഈസ് ഈക്വൽ ടു a.b ബൈ mod b. ഇതാണ് എന്തെന്ന് പറയുന്നത്? a cos θ കാണാനുള്ള ഫോർമുല. വെക്റ്റർ എ വെക്റ്റർ ബിൻ്റെ മേലെ പ്രൊജക്റ്റ് ചെയ്താലാണ് a cos θ എന്ന് പറയുന്ന ഫോം. അപ്പോൾ a.b എങ്ങനെ കാണാം? a.b ഞാൻ പറഞ്ഞില്ല നേരത്തെ, a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 mod b എന്ന് പറഞ്ഞാൽ എന്താ? √i² പ്ലസ് i² അല്ല, സോറി, ഫോർ i² എന്ന് പറയുന്നത് 1² പ്ലസ് ജെൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ? therefore is equal to 1². ഇനി a1 b1 എന്നുള്ള ടേംസ് ഒക്കെ നമുക്ക് എഴുതണം. ഇതിൽ ഗീവൺ നോക്കൂ, ഫസ്റ്റത്തെ വെക്ടറിൽ നോക്കൂ, i 1 × b1 എന്ന് പറയുന്നത് ഏതാ? 1 × 1 പ്ലസ് ജെൻ്റെ കോഎഫിഷ്യൻ്റോ -1 × ജെൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1. കെൻ്റെ കോഎഫിഷ്യൻസ് ഒന്നുമില്ല, therefore അത് അവിടെ വെച്ച് നിർത്തുക. ഡിവൈഡ് ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു √2. ഇനി 1 + 1 ഇവിടെ എന്താണ്? 1 - 1 ബൈ √2. therefore it is equal to എന്താണ്? ആൻസർ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്താണ്?
0 ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് എ കോസ് തീറ്റ. ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്ഷൻ ഓൺ വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി. ഇനി പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി ഓൺ എ എന്നുള്ള ഫോർമുലയാണെന്നുണ്ടെങ്കിൽ എന്താ ചേഞ്ച് വരിക? ബി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മേലത്തെ എ ഡോട്ട് ബിക്ക് യാതൊരു ചേഞ്ചും ഇല്ല ബൈ എന്ത് വരും? മോഡുലസ് എ കേട്ടോ, മാറിപ്പോരുത്. ഇത് വെക്റ്റർ ബി ഓൺ എ ആണ്. ഇതാണെങ്കിലോ എ ഓൺ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി. ഓക്കെ, പ്രൊജക്ഷനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഒന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളത് ഈ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് മെട്രിക്സിലേക്ക് തന്നെ പോവാം. നമുക്ക് മെട്രിക്സത്തെ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക കേട്ടോ. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9. ഓക്കെ, പിന്നെ നമ്മളോട് എന്താ കാണാൻ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് എ ക്യൂബ് മൈനസ് 3a² പ്ലസ് 2i വേർ i ഈസ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഗിവൺ മാട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ സോൾവ് ചെയ്യാൻ പറഞ്ഞുള്ളത്? എ ക്യൂബ് മൈനസ് 3a² പ്ലസ് 2i ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് എ എന്ന മെട്രിക്സിൽ നിന്ന് ആരെ കണ്ടുപിടിക്കുക? a² എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കുക. a² ഈസ് ഈക്വൽ ടു രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a² എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 5 6 7 8 9. അതേനെ കൊണ്ട് തന്നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? രണ്ട് മെട്രിക്സ് ഗീവൺ ആണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളത് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. 1 2 3 ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 1 4 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാനിതിൽ മുഴുവൻ സ്റ്റെപ്സുകൾ ചെയ്യുന്നില്ല. ഞാൻ ആ a² എന്ന് പറയുന്ന മെട്രിക്സ് എന്താണോ കിട്ടിയത് അത് ജസ്റ്റ് എഴുതുന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. 13 36 കുറേ ടൈം പോവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. therefore 30 36 42. നെക്സ്റ്റ് ഏതാണ്? 66 81 96 102 126 148. അപ്പോൾ ഫസ്റ്റത്തെ റോ 1 × 1 പ്ലസ് 2 × 4 പ്ലസ് 3 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു ആണ് എന്ത് കിട്ടുന്നത്? അപ്പോൾ ഇങ്ങനത്തെ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ a² എന്ന് പറയുന്ന സാധനം നമുക്കായി. ഇനി അടുത്ത ആരാ കാണാനുള്ളത്? 3a² കാണാനുണ്ട്. 3a² എന്ന് പറയുന്നത് എന്താ? ഈ മെട്രിക്സിനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3 ഒരു ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 എന്നൊരു എലമെൻറ്റിലെ എല്ലാ നമ്പേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 3a² കിട്ടും. 3a² ഈസ് ഈക്വൽ ടു എന്താ വരിക? 90 108 126 198 243 288. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക കേട്ടോ, കാരണം കുറച്ച് വലിയ വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാതെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് വാല്യൂസ് മാത്രമേ എഴുതുന്നുള്ളൂ. മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ a² എന്ന് പറയുന്ന മെട്രിക്സിനെ ആദ്യം കണ്ടുപിടിച്ചു. ആ മെട്രിക്സിനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 3 എന്ന് പറയുന്ന വാല്യൂസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ മെട്രിക്സ് ആണ് ഇത് 3a². ഇനി നമ്മളെ ഇക്വേഷനിലേക്ക് ആവശ്യമുള്ള ആളാരാ? a³ എന്ന് പറയുന്ന ആൾ ആവശ്യമുണ്ട്. therefore a³ ഈസ് ഈക്വൽ ടു, a³ കൂടി കാണണം. a³ ഈസ് ഈക്വൽ ടു a² ഇൻറ്റു എന്താ വരിക? a. ഓക്കെ, a² ഇൻറ്റു a ശ്രദ്ധിച്ചോളൂ. a³ ഈസ് ഈക്വൽ ടു a² ഇൻറ്റു a. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. a² എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണ് നമ്മൾ a² എന്ന് പറയുന്ന മെട്രിക്സ്? 30 36 42 66 81 96. ലാസ്റ്റ് ഏതാണ്? 102 126 148 ഇൻറ്റു, ഇനി നമ്മൾ ഗിവൺ a എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ? ക്വസ്റ്റ്യനിൽ തന്നുള്ള മെട്രിക്സ് ഏതാ? 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതേപോലെ തന്നെ ഫസ്റ്റത്തെ 30 × 1 പ്ലസ് 36 × 4 പ്ലസ് 42 × 7 അതായിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റത്തെ റോ എന്ന് പറയുന്നത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. therefore a³ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് വാല്യൂ എഴുതാണ്. 468 516 678 1062 130. കാൽക്കുലേറ്റർ മസ്റ്റാണ് ചെയ്യുമ്പോൾ മെട്രിക്സ് ഈസി ആണെങ്കിൽ കൂടി
പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ വാല്യൂ ചെറിയ വാല്യൂ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റിപ്പോവും. 1 6 5 6 2 0 3 4 2 3 9 4. ഓക്കെ, ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്ന മെട്രിക്സ് എ ക്യൂബ്. അപ്പോൾ നമുക്ക് എ ക്യൂബ് എന്താണെന്ന് കിട്ടി. അതുപോലെ നമ്മൾ ഇക്വേഷനിലേക്ക് ആവശ്യമില്ല 3a² കിട്ടി. ഇനി ആരെ ആവശ്യം നോക്കൂ, 2i. ഐ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. Therefore 2i എന്ന് പറയുന്നത് എന്താ? 2 ഒരു 3/3 മെട്രിക്സ് ആണ്. 3/3 മെട്രിക്സ് ആകുമ്പോൾ 1 1 1 ബാക്കിയുള്ളതൊക്കെ എന്ത് കൊടുക്കുക? ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഓക്കെ, ഇനി 2നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2i = 2 2 2. ബാക്കിയുള്ളതൊക്കെ എന്തായി പോകും? 0. ഓക്കെ, ഇതാണ് നമ്മളെ 2i എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് കണ്ടുപിടിക്കണം. നമുക്ക് എത്രയാണ് വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, therefore it is equal to എന്ത് ചെയ്യാം? എ ക്യൂബ്. ഫസ്റ്റത്തെ റോ നോക്കൂ. എ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 468 മൈനസ് 3a². 3a² എന്ന് പറഞ്ഞാൽ 90 പ്ലസ് ഏതുകൊണ്ട് പ്ലസ് ചെയ്യുക. therefore it is equal to 2. അപ്പോൾ ഞാനിത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട്. ഏതൊക്കെയാ? ഈ സെക്ഷൻ വായിക്കാം. ഓക്കെ, ബാക്കി എല്ലാ ടേംസും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. ഓക്കെ, therefore is equal to ഫസ്റ്റത്തെ ഇക്വേഷൻ ഏതാണ്? എ ക്യൂബ് അല്ലേ? എ ക്യൂബ് മൈനസ് 3a² പ്ലസ് 2i എന്നാണ് കാണുന്നത്. ഓക്കെ, എ ക്യൂബ് എന്ന് പറഞ്ഞ മെട്രിക്സ് ഏതാ? therefore it is equal to 468 516 678. അടുത്തതോ 1062 1516 കേട്ടോ. ഓക്കെ, 1305 1536. നെക്സ്റ്റ് വൺ 1656 2034 2394. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. അതൊക്കെ ചെയ്യുന്ന സമയത്ത് 3a² എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതാണ് ഈ ഗിവൺ മെട്രിക്സ് നമുക്ക് കിട്ടി കണ്ടുപിടിച്ച മെട്രിക്സ് ആണ്. 108 126 190 198 243 288 306 378 444. ഓക്കെ, മൈ പ്ലസ് ഇനി ആരാണുള്ളത്? നമ്മളെ 2i എന്ന് പറയുന്ന മെട്രിക്സ്. 2i എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 0 0 0 2 0 0 0 2. ഓക്കെ, ഇതാണ് നമ്മളെ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതിന് റെപ്രസെൻറ്റ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 468 minus 90 plus 2 that is equal to 380. Given matrix ലാസ്റ്റത്തെ ഒരു മെട്രിക്സ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. 468 552 864 1064 1248. വലിയ വാല്യൂസ് ആണ്. കാൽക്കുലേറ്റർ ഇല്ലാതെ ബുദ്ധിമുട്ടാവും ചെയ്യാൻ, ടൈം കൺസ്യൂമിങ് ആണ്. 1656 1952. ഇതാണ് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. മിക്കവാറും ക്വസ്റ്റ്യനിൽ ഫൈൻഡ് എന്നാവില്ല. ചിലപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെട്രിക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ടാവും, അതിലേക്ക് എത്തിച്ചേരുക. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ എ ക്യൂബ് നമുക്ക് തന്നതിനനുസരിച്ച് ഓരോന്ന് കണ്ടുപിടിക്കുക. ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ a² എന്ന് പറഞ്ഞാൽ a × a അല്ലാതെ തന്ന മെട്രിക്സിനെ സ്ക്വയർ ചെയ്ത് വെക്കരുത്. അധികം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ നോക്കുന്ന സമയത്തും കുട്ടികളിലെ കാണുന്ന ഒരു തെറ്റാണ്. a² എന്ന് കാണുമ്പോൾ 1നെ സ്ക്വയർ ചെയ്യും, 2നെ സ്ക്വയർ ചെയ്യും, അതുപോലെ 3നെ സ്ക്വയർ ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. എ എന്ന് മെട്രിക്കുന്ന മെട്രിക്സിനെ എനെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. എ ക്യൂബ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? a² × a. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു പോവാം? ഈ പ്രോബ്ലം ചെയ്തു പോവാം. മിക്കവാറും നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് വരുന്ന മെട്രിക്സിൻ്റെ സെക്ഷൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അത്ര ടഫൊന്നുമില്ല, ഈസിയാണ്. ചെയ്യുന്ന സമയത്ത് ഈ റോനെ ഫുൾ സെലക്ട് ചെയ്യുക. ഈ ഭാഗത്ത് എന്തിനെ സെലക്ട് ചെയ്യുക? കോളത്തിനെ സെലക്ട് ചെയ്യുക. അത് മറന്നു പോകണ്ട. ഈ റോ, ഈ കോളം, നെക്സ്റ്റ് ഈ റോ, അടുത്ത ആരെടുക്കുക? ഈ കോളം. അങ്ങനെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിലൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെവൻത് ക്വസ്റ്റ്യൻ നമ്മളെ ഇൻ്റഗ്രേഷൻ്റെ സെക്ഷനിലേക്ക് ഞാൻ ഇൻ്റഗ്രേഷൻ സെക്ഷനിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. 7th ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 0 to π/2. ഇൻ്റഗ്രൽ തന്നിട്ടുള്ളത്
സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 ലിമിറ്റ് ഏത് മുതലാണ് തുടങ്ങുന്നത്? 0 മുതൽ ലിമിറ്റ് അവസാനിക്കുന്ന ഏതാ? ഇൻ്റഗ്രൽ അവസാനിക്കുന്ന π/2. ഫംഗ്ഷൻ തന്നിട്ടുള്ളത് എന്താ? സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ ഫോർമുല അറിയണം? ഇത് അറിഞ്ഞ ആൾക്കാർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. സൈൻ 3x ഈസ് ഈക്വൽ ടു എന്താണ്? 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. സൈൻ 3x എന്ന് പറയുന്നത് സൈൻ 3a എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതാറ് അധികം. സൈൻ 3a ഈസ് ഈക്വൽ ടു 3 sin a മൈനസ് 4 sin ക്യൂബ് എ എന്നാണ് എഴുതാറ്. പക്ഷെ നമ്മളിവിടെ എക്സിൻ്റെ ഇതായതുകൊണ്ട്, എക്സിൻ്റെ വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ എന്തിൻ്റെ ഫോർമുല? സൈൻ 3x ഈസ് ഈക്വൽ ടു 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ്. നമ്മളെ ഫോർമുലയ്ക്ക് നമുക്ക് ആവശ്യമുള്ള ആരാ? സൈൻ ക്യൂബ് എക്സിനെയാണ് ഈ ഫോർമുലയിൽ നിന്ന് മാറ്റി എഴുതേണ്ടത്. അപ്പോൾ ഈ ടേമിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്താ വരിക? 4 sin ക്യൂബ് എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഉള്ള ടേം ആര് തന്നെയാണ്? 3 sin x. ഈ ടേം അങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് സൈൻ 3x. ഇനി നമുക്ക് സൈൻ ക്യൂബ് എക്സിനാണ് ആവശ്യം. അപ്പോൾ ആ ടേം /4 എന്നുള്ള ടേം എവിടേക്ക് വരും? /4 ആക്കി മാറും. അപ്പോൾ സൈൻ ക്യൂബ് എക്സിൻ്റെ ഫോർമുല എന്താ? 3 sin x മൈനസ് സൈൻ 3x/4. ഇനി ഈ ടേം വേണം എവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ? നമ്മൾ ഇൻ്റഗ്രലിൽ ഈ ഫംഗ്ഷൻ്റെ അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ലിമിറ്റ് എന്താ? 0 മുതൽ π/2 വരെ. സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുന്നതിൽ എന്താണ്? 3 sin x മൈനസ് സൈൻ 3x/4 അല്ലേ? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ 1/4 എന്നുള്ള കോമൺ ടേമിന് എന്ത് ചെയ്യുക? അത് പുറത്തേക്ക് എടുക്കുക. ഇനി ബാക്കിയുള്ളവർ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ ഡി എക്സ് ഇട്ടോ, സോറി, 3 sin x മൈനസ് സൈൻ 3x dx. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഒരു മൈനസ് ഉണ്ട് കേട്ടോ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? therefore is equal to 1/4 അവിടെ തന്നെ കിടക്കട്ടെ ഇൻറ്റു 3 sin x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? sin x ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ഓക്കെ, മൈനസ് സൈൻ 3x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? മൈനസ് കോസ് 3x ബൈ എന്ത് വരും? 3. ഇതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട സാധനം. ഓക്കെ, 3 എന്ന് പറയുന്ന ടേമിന് നമ്മൾ അതേപോലെ എഴുതി സൈൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? മൈനസ് കോസ് എക്സ് മൈനസ് അതേപോലെ തന്നെ എഴുതി സൈൻ 3x. ഇവിടെ വെറും സൈൻ എക്സ് ആണ്. ഇവിടെ എന്താ? ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് വന്നിട്ടുള്ളത്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് വേറൊരു ഫംഗ്ഷൻ കയറി 3x എന്ന് പറയുന്നത് കാണുന്നത്. അപ്പോൾ സൈൻ 3x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ എഴുതുക? മൈനസ് കോസ് 3x ഇൻ ഡിവൈഡ് ബൈ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഇവിടെ എന്താണോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വന്നത് ആ ടേമിനെ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇനി ലിമിറ്റ് ഏത് മുതലാണ് കൊടുക്കാനുള്ളത്? 0 മുതൽ ഏത് വരെയാണ്? π/2 വരെയാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 1/4 ഇൻറ്റു 3 ഇൻറ്റു എക്സ് എന്നുള്ളിടത്തൊക്കെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് കോസ് π/2 മൈനസ് മൈനസ് നമുക്ക് എന്തൊക്കെ പ്ലസ് ആക്കാം. ഓക്കെ, കോസ് 3 ഇൻറ്റു π/2 ഇതാണ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. മൈനസ് അടുത്ത ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട്? ഈ 1/4 ഫുൾ കോമൺ ആണ് കേട്ടോ. മൈനസ് അടുത്ത ഏതാ? 3 ഇൻറ്റു കോസ് 0. 3 ഇൻറ്റു കോസ് 0 പ്ലസ് അടുത്തോ കോസ് 3 ഇൻറ്റു 0/3. ഇതിനെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുക എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഈ ടേം ഒട്ടാകെ എന്തായി പോവും? 0 ആയി പോവും. ഇറ്റ് ഈസ് 0. ബാക്കിയോ മൈനസ് ഈ ടേമിന് ഇങ്ങോട്ട് 1/4 ഒന്നും കൂടി ഉണ്ടല്ലോ. 1/4 3 ഇൻറ്റു കോസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 3 ഇൻറ്റു 0 പറഞ്ഞാൽ 0. കോസ് 0 ഈസ് ഈക്വൽ ടു 1 എന്ത് വരും? 1/3. ഓക്കെ, അപ്പോൾ ഇത് വരെ ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? പ്ലസ് 2/3 എന്ന് വരും. ഈ ടേം മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ 0 ഇൻറ്റു 1/4 ആ ടേം ക്യാൻസൽ ആയിപ്പോയി. ഇനി ബാക്കി ആരുള്ളത്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് അങ്ങനെ തന്നെ എഴുതി. 1/4 ആർക്ക് കോമൺ ആണ്? ഈ ടേമിന് കോമൺ ആണ്. അത് അങ്ങനെ തന്നെ എഴുതി. 3 ഇൻറ്റു കോസ് 0 ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു -1 -3 എന്ന് കിട്ടി. പ്ലസ് അടുത്ത ഏതാ? കോസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ചെയ്ത് കഴിഞ്ഞാൽ 2 മൈനസ് ഇൻറ്റു മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 2/3. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്താ? ഈ ഫോർമുലയാണ്. സൈൻ 3x ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക. സൈൻ 3x എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 sin x മൈനസ് 4
സൈൻ ക്യൂബ് എക്സ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സെക്ഷൻ അത് ആലോചിക്കേണ്ടത്. പിന്നെ ലിമിറ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതാണ് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കേണ്ട ആരെയാണ്? അപ്പർ ലിമിറ്റ് എന്ന് വേണം ആരെ കുറയ്ക്കാൻ? ലോവർ ലിമിറ്റിനെ കൊടുക്കാൻ. ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളിടത്ത് ഫസ്റ്റ് ആരെ അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് അടുത്ത എക്സ് ഉള്ളിടത്തൊക്കെ ആരെ കൊടുക്കുക? ലോവർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, ഈ ബാക്കിയുള്ള ഈ വാല്യൂസ് ഒക്കെ ഞാൻ സംശയമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ അടിക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക? കാണുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസറിൽ എന്താണ്? 2/3. ഓക്കെ, ഇൻ്റഗ്രലിൽ എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇൻ്റഗ്രൽ സെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് ഇൻ്റഗ്രേഷൻ. എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളൊന്നും എന്ത് ചെയ്യേണ്ട? മിസ് ചെയ്യേണ്ട. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഇൻ്റഗ്രേഷൻ തന്നെയാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇവാലുവേറ്റ് 2 + 3 sin x ബൈ എന്താ തന്നുള്ളത്? cos square x dx. ലിമിറ്റ് ഒന്നും തന്നിട്ടില്ല, വെറും എന്ത് മാത്രമേ ഉള്ളൂ? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇൻ്റഗ്രൽ 2 + 3 sin x ബൈ cos square x dx എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്ന ഇക്വേഷനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. നോക്കൂ, ഇവിടെ തന്നിട്ട് 2 + 3 sin x ആര് ബാധകമാണ്? ഈ cos square എന്ന് പറയുന്ന ടേം ഡിവൈഡ് ബൈ cos square രണ്ടിനും ബാധകമാണ്. അപ്പം നമുക്ക് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/cos x പ്ലസ് അടുത്ത എന്ത് കൊടുക്കുക? അവിടെ 3 കൊടുക്കുക. ആരെ കൊടുക്കുക? sin x ബൈ cos square x ആണ് കേട്ടോ. sin x ബൈ cos square x dx എന്ന് കൊടുക്കുക. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. നമ്മളൊന്ന് ചെറുതായിട്ട് എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത്. ഇനി നമ്മൾ ജസ്റ്റ് ഈ ഒരു കാര്യം അറിഞ്ഞവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. sin x cos x tan x. ഓക്കെ, കൊസീക്ക് സീക്ക് കോട്ടക്സ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ റെസിപ്രോക്കൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, ട്രിഗ്നോമെട്രിയിൽ റെസിപ്രോക്കൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഇവിടെ 1/cos square x എന്ന് പറഞ്ഞ സാധനം വന്നു. ഈ കോസിൻ്റെ റെസിപ്രോക്കലാണ് ആര്? അതിന് നേരെ ഓപ്പോസിറ്റുള്ള ആരാണത്? സീക്ക് എക്സ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാക്കി ചേഞ്ച് ആക്കിയിട്ട് എഴുതാം? ഇൻ്റഗ്രൽ 1/cos square x എന്നുള്ള എന്താവും? 2 sec square x + 3. അടുത്ത് പറയൂ, അടുത്ത എന്താണ്? ഈ sin x ബൈ cos square x നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. sin x ബൈ എന്തെഴുതാം? cos x. ഇനിയും ബാക്കി അവിടെ ഒരു ടേമും കൂടി ഉണ്ട്. ആരാണത്? 1/cos x dx. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ sec square x അങ്ങനത്തെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. +3 × sin x ബൈ cos x. sin x ബൈ cos x എന്ന് പറഞ്ഞാലാണ് എന്ത്? tan x. ഒന്ന് ഓർത്ത് വെക്കുക. സൈൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക്, കോസിൻ്റെത് സീക്ക്, ടാൻ്റെത് കോട്ട്. അതേപോലെ തന്നെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, 1/sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? കൊസീക്ക് എക്സ്. അപ്പോൾ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/sin x. 1/കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? sin x. ഓക്കെ, അപ്പോൾ sin x ബൈ cos x എന്നുള്ളതിന് നമുക്ക് എന്ത് കൊടുക്കാം? tan x എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? tan x × 1/cos x. cos x എന്ന് പറയുന്നത് എന്താ വരിക? sec x. ഇനി എന്താ? അപ്പോൾ നമ്മളതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലാ റെസിപ്രോക്കലിനെയും ചേഞ്ച് ചെയ്തു. sin x ബൈ cos x tan x കൊടുത്തു, 1/cos എന്ത് കൊടുത്തു? sec x കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? sec square x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് sec square x ഈസ് ഈക്വൽ ടു tan x പ്ലസ് ഇൻ്റഗ്രൽ sec x tan x എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ sec x × tan x ഈസ് ഈക്വൽ ടു ഏതാ? സോറി, sec x × tan x ഈക്വൽ ടു sec x. അപ്പോൾ 2 tan x + 3 എന്നുള്ളത് നമ്മളത് ഇൻ്റഗ്രൽ sec x tan x ഈക്വൽ ടു sec x പ്ലസ് എന്ത് കൊടുക്കണം? ഇൻ്റഗ്രേഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. 2 tan x + sec x + c. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ കോസ് സ്ക്വയറോ അല്ലെങ്കിൽ സൈൻ സ്ക്വയറോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിക്കണം, സ്പ്ലിറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്ന ഇക്വേഷനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. രണ്ടിനും ബാധകമാണല്ലോ, അപ്പോൾ 2 സ്പ്ലിറ്റ് ചെയ്യുക.
സ്പ്ലിറ്റ് ചെയ്തിട്ട് റെസിപ്രോക്കൽ എന്ന് പറയുന്ന ആ കണ്ടീഷനിലേക്ക് ഒന്ന് ഓർത്ത് പോവുക. ഫോർ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറിഞ്ഞാൽ റെസിപ്രോക്കലിൻ്റെ കാര്യം അറിഞ്ഞവർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സീക്ക് സ്ക്വയർ അതുപോലെ സൈൻ എക്സ് ബൈ കോസ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ റെസിപ്രോക്കലാണ് ഇവിടെ ഇത് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല പഠിച്ചു വെക്കുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം 9th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, 9th ക്വസ്റ്റ്യന് ഞാൻ ഇൻ്റഗ്രൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആഫ്റ്റർനൂൺ സെക്ഷനിൽ ഞാൻ എടുക്കുന്ന ഈ വീഡിയോസ് ഉൾപ്പെടാത്ത എല്ലാ കാര്യങ്ങളും മോർണിംഗ് സെക്ഷനിൽ സാറിൻ്റെ വീഡിയോസിലെല്ലാം ഉണ്ട്. അതിലില്ലാത്ത സെക്ഷനാണ് ഞാൻ ഇപ്പോൾ ഈ ആഫ്റ്റർനൂൺ സെക്ഷനിൽ എടുത്തുള്ളത്. അപ്പോൾ 2 സെക്ഷനും നിങ്ങൾ കൃത്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്സാവാം. ഓക്കെ, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ലോഗ് എക്സ് ഡി എക്സ്. ഓക്കെ, ഫസ്റ്റത്തെ 9th ക്വസ്റ്റ്യൻ ആണ് എക്സ് സ്ക്വയർ ലോഗ് എക്സ് ഡി എക്സ്. ഇതിൽ ലിമിറ്റ് ഒന്നും തന്നിട്ടില്ല, ജസ്റ്റ് എന്തേ തന്നിട്ടുള്ളൂ, 2 തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ ലോഗ് എക്സ് ഡി എക്സ്. അപ്പോൾ 2 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഗ് എക്സ് എന്ന് പറയുന്ന ടേം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഐലേറ്റ് റൂൾ എന്ന് പറഞ്ഞ റൂളുണ്ട്. ഐലേറ്റ് റൂൾ പ്രകാരം ലോഗരിഥമെറ്റിക് ഫങ്ഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ടായിരിക്കണം എന്തിൻ്റെ മുന്നിലിടേണ്ടത്, ഈ ഇക്വേഷനിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തണം, അതിനെ ഫ്രണ്ടിലേക്ക് ഇടണം. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഏറ്റവും മുന്നിൽ അവിടെ ലോഗരിഥമെറ്റിക് ഫംഗ്ഷൻ ആണ് ആരെന്ന് പറയുന്നത്, ലോഗ് എക്സ്. അപ്പോൾ ലോഗ് എക്സിനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ആക്കുമ്പോൾ ഇക്വേഷൻ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ലോഗ് എക്സിൽ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ കൊടുക്കണം. എങ്ങനെ എഴുതണം, ലോഗ് എക്സ് ഇൻറ്റു എന്ത് കൊടുക്കണം, എക്സ് സ്ക്വയർ ഡി എക്സ്. ക്വസ്റ്റ്യനിൽ ചെറിയ ചേഞ്ച് ഉണ്ടായി എന്ന് ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാക്കുക. എന്നിട്ട് ഇതിനെ യു ആക്കി കൺസിഡർ ചെയ്യുക, ഇതിനെ എന്താക്കി കൺസിഡർ ചെയ്യുക, വി ആക്കി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്ന് പറയുന്ന ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ എഴുതണമെങ്കിൽ എഴുതാം, ജസ്റ്റ് ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ നിർത്തുക, ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വി ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, മൈനസ് അടുത്തത് ഇൻ്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫോർമുല. ഈ ഫോർമുലയ്ക്ക് നമ്മൾ യുവും വി ഓരോന്നും എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷനെ ഒന്നും ചെയ്യേണ്ട, അതേപോലെ എടുത്തെഴുതുക. ഇൻ്റഗ്രൽ ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ആരാ, എക്സ് സ്ക്വയർ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ അല്ല സോറി ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇൻ്റഗ്രൽ അടുത്ത ആരാണ്, ഇൻ്റഗ്രൽ വി ഡി എക്സ്. ഇൻ്റഗ്രൽ വി എന്ന് പറയുന്നത് ഏതാ, എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഒരു ഡി എക്സും കൂടി വരും, 2 ഇൻ്റഗ്രൽ വന്നുകൊണ്ടാണ് ലാസ്റ്റ് ഡി എക്സ് എന്ന് പറഞ്ഞ് എഴുതിയത്. ഓക്കെ, ഇനിയോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലോഗ് എക്സിന് ചേഞ്ച് ഒന്നുമില്ല, ലോഗ് എക്സ് അതേപോലെ എഴുതി. എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എന്താണ്, എൻ പ്ലസ് 1. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രലിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടേമാണ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താവും, എക്സ് റേസ് ടു 2 + 1 ബൈ 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് ഇൻ്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എന്താണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 3 ബൈ 3. ഇനി എന്ത് ചെയ്യണം, ഡി എക്സ് എഴുതാം. ഇനി നമുക്കൊരു ഇൻ്റഗ്രലും കൂടി ചെയ്യാനുണ്ട്. ഒരു ഇൻ്റഗ്രൽ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ടേമിനെ ഇതിനെ കൊണ്ട് ഇൻ്റഗ്രലും എന്നുകൂടി ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. എന്നതിന് ശേഷം വേണം ആരെ ചെയ്യാൻ, ഇതൊന്നിങ്ങനെ ഓർത്ത് വെക്കുക. ഇതെല്ലാം ചെയ്ത് കിട്ടിയ ശേഷമാണ് ഈ ഇൻ്റഗ്രൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലോഗ് എക്സിന് ചേഞ്ച് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ എഴുതി. എക്സ് ക്യൂബ് ബൈ എന്ത് കൊടുക്കുക, 3 മൈനസ് അടുത്ത ആരാ, 1 ബൈ എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3ൽ ഈ എക്സും ഈ സ്ക്വയറും 3 ക്യൂബും കൂടി വെട്ടിപ്പോയാൽ പിന്നെ ബാക്കി ആരുണ്ടാവും അവിടെ, എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ ഒരു ചെറിഞ്ഞ് കൂടി വരും, എന്താ വരിക, എക്സ് സ്ക്വയർ ബൈ 3 ഡി എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഒന്നും കൂടി നമുക്ക് ചെറുതാക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, എക്സ് ക്യൂബ് ബൈ നോർമലി ഇവിടെ ഒരു 3 ഉണ്ട്, 3 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 പ്ലസ് എന്ത് എഴുതാൻ മറക്കരുത്, സി എന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്,
ലോഗ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ വരുമ്പോൾ ലോഗരിതമിക് ഫംഗ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കിയിട്ട് തിരിച്ചിട്ടാവും നിങ്ങൾക്ക് എക്സാമിന് തരിക. ലോഗരിതമെറ്റിക് ഫംഗ്ഷനെ ഫ്രണ്ടിലേക്ക് മാറ്റുക. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാക്കുക. പിന്നെ ഇൻ്റഗ്രൽ യു വി എന്ന് പറയുന്നതിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു പോവുക. എന്തായാലും ഫോർമുല എഴുതിയാൽ തന്നെ കിട്ടും നിങ്ങൾക്കൊരു അരമാർക്ക്. അപ്പോൾ ചില ആ ഫോർമുല നിങ്ങൾ മിസ് ചെയ്യരുത്. ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ നിർത്തി ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് എക്സ് സ്ക്വയറിനെ എക്സ് ക്യൂബ് ബൈ 3 ഇത് ഓർത്ത് വെക്കണം. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ എക്സ് റേസ് ടു n + 1 ബൈ n + 1 എല്ലാവരും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് കൊടുക്കുക പ്ലസ് സി എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ഒരുവിധം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് എന്ത് ചെയ്യണം ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മളെ ബൈനോമിയൽ എന്നൊരു സെക്ഷൻ ഉണ്ട്. വെക്റ്റർ ആൾജിബ്രയിൽ വരുന്ന ഒരു സെക്ഷനാണ് ഇത് ബൈനോമിയൽ. എന്താണ് ബൈനോമിയലിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത് വെക്റ്റർ ആൾജിബ്രയും അതുപോലെ തന്നെ ബൈനോമിയൽ എന്ന് പറയുന്നതും. അപ്പോൾ ബൈനോമിയലിൽ ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടി റിവിഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി 10th ക്വസ്റ്റ്യൻ. ഓക്കെ, find the third term in the expansion. Find the third term in the expansion 3x plus 1 by x square whole raised to 15 എന്നാണ് ക്വസ്റ്റ്യൻ തന്നുള്ളത്. എത്രാമത്തെ ടേമാണ് കാണാൻ ചോദിച്ചുള്ളത്? തേർഡ് ടേമാണ് കാണാൻ ചോദിച്ചുള്ളത്. ഒരു എക്സ്പാൻഷനിലെ 3ാമത്തെ ടേം എന്തായിരിക്കുമെന്നാണ് കാണാൻ ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ തന്നത് നമ്മൾ എക്സ്പാൻഷനൊക്കെ എങ്ങനെ എഴുതാറ് എക്സ് പ്ലസ് എ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പാൻഷൻ പോസിറ്റീവ് എക്സ്പാൻഷൻ. അപ്പോൾ പോസിറ്റീവ് എക്സ്പാൻഷൻ നമുക്ക് തന്നുള്ളത് നോക്കൂ 3x + 1 by x square ഹോൾ റേസ് ടു 15 എന്നാണ് തന്നുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് എന്താണ് എക്സ് ഈസ് ഗീവൺ ആസ് എന്താണ് തന്നുള്ളത് 3x ആണ് തന്നിട്ടുണ്ട്. അടുത്തതോ എ എത്രയും തന്നിട്ടുണ്ട് എ എന്ന് പറയുന്നത് എന്താ 1 by x square ആണ് തന്നിട്ടുണ്ട്. എൻ എന്ന് പറയുന്നത് എത്രയാണ് n = 15 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ആയി എ ആയി എൻ ആയി. ഇനി തേർഡ് ടേമാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആർ പ്ലസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത് തേർഡ് ടേം. അപ്പോൾ ആർ = എന്ത് ചെയ്യാം 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് എന്ത് കൊടുക്കുക ആർ = 2 ആർ പ്ലസ് 1th ടേം എന്നാണ് പറയുക കേട്ടോ. ആർ പ്ലസ് ഫസ്റ്റ് ടേം ഓഫ് എക്സ് പ്ലസ് എ ഹോൾ റേസ് ടു എൻ എക്സ്പാൻഷനിലുള്ളത് കേട്ടോ. അപ്പോൾ ആർ = എന്ന് പറഞ്ഞാൽ 3 എഴുതല്ല ചെയ്യേണ്ടത്. ആർ പ്ലസ് 1 = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് ഈ 1 കൊണ്ട് പോയാൽ -1/2. ആൻസർ ആറിൻ്റെ വാല്യൂ 2 കിട്ടി. ഇനി തേർഡ് ബൈനോമിയലിൽ മെയിനായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഫോർമുലയാണ് ഏതാണ് NCR എക്സ് റേസ് ടു n - r ഇൻറ്റു എ റേസ് ടു ആർ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പാസ് എന്നുള്ള ആ രീതിയിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഫോർമുല ഒരിക്കലും ഒഴിവാക്കരുത്. ഏതാണ് NCR എക്സ് റേസ് ടു n - r ഇൻറ്റു എ റേസ് ടു ആർ. ഇനി നമുക്ക് അറിയുന്ന വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ചു. എക്സ് എന്ന് പറയുന്നത് ഗീവൺ എന്താണെന്നല്ലേ 3x ആണ്. n - r എന്ന് പറഞ്ഞാൽ എന്താ 15 - 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഗീവൺ ആണ് 1 by x square ഹോൾ റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താ 2 ആണ്. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടി ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം കേട്ടോ. കോമ്പിനേഷൻ 15C2 എന്നുള്ളത് കാൽക്കുലേറ്ററിൽ സി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ്റെ ഉള്ള ഇതുണ്ടായി. അതനുസരിച്ച് എന്ത് ചെയ്യുക 15 അടിക്കുക കോമ്പിനേഷൻ അവസാനം എന്തെടുക്കുക 2 അടിച്ചെങ്കിൽ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ 15C2 3x ഹോൾ റേസ് 15 - 2 ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 1 by x square ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് വെക്കുക കേട്ടോ. ഈസിയാണ്. ഈ ഫോർമുല ഒന്നും മറക്കാതിരിക്കരുത്. NCR എക്സ് റേസ് ടു n - r ഇൻറ്റു എ റേസ് ടു ആർ. അതേപോലെ തന്നെ r + 1 r = 3 എന്ന് എഴുതി വെക്കരുത്. r + 1 = 3 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്തുകൊള്ളാം. അപ്പോൾ 4th ടേമാണ് കാണാൻ ചോദിച്ചാലോ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും r = 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെയ്തു പോവാം. ഈസി ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്യേണ്ട. ഈ സെക്ഷനിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ തന്നെ നെക്സ്റ്റ് നമുക്കൊരു മിഡിൽ ടേം കാണുന്ന ക്വസ്റ്റ്യനും എപ്പോഴും ചോദിക്കാറുണ്ട്. ഫൈൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കുക, പഠിക്കാതെ പോകരുത് ഈ സെക്ഷൻ. ഫൈൻഡ് ദ
മിഡിൽ ടേം 11th ക്വസ്റ്റ്യൻ ആണ്. 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞ് അതിൽ 11th ക്വസ്റ്റ്യൻ ആയി. 15 ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ മിഡിൽ ടേം in the expansion x minus 1 by x whole raised to 6. എന്താണ്? find the middle term in the expansion x minus 1 by x whole raised to 6. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഇവിടെ നോക്കൂ, ഇത് പോസിറ്റീവ് എക്സ് പ്ലസ് എ ഹോൾ റേസ് ടു എൻ അല്ല, ഇത് എന്താണ്? നെഗറ്റീവ് എക്സ്പാൻഷൻ എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എൻ എന്നുള്ളതിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈവൺ ടേംസുകളൊക്കെ ഒന്ന് എടുത്ത് എഴുതാം. നോക്കൂ, എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എൻ എന്നല്ലേ തന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇതെന്ന് എക്സ് എത്രയാണ്? എക്സ് ഗീവൺ ആണ്. എക്സ് എന്തെന്നെയാണ്? ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ? എക്സ് എക്സ് തന്നെ. എ എന്ന് പറയണതോ എ ഈസ് ഈക്വൽ ടു 1 by x ആണ് തന്നിട്ടുണ്ട്. എൻ ഈസ് ഈക്വൽ ടു എന്താ? 6 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ മിഡിൽ ടേം കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നമ്മളെ ഫോർമുല മുന്നത്തെ തന്നെ അതിൻ്റെ മുന്നേ നമുക്ക് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഈവൺ ഇൻറ്റിജർ ആണ്. ഓക്കെ, ഈവൺ ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ ഈവണ്ണും ഓഡിനും ഈ റേസ് ടു എൻ എന്ന് പറയുന്ന ഓടും ഈവണ്ണും അനുസരിച്ചിട്ട് ഫോർമുല ചെറിയ ചേഞ്ച് ഉണ്ട്. അതിൽ ഈവൺ ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല എന്താ വെച്ചാൽ n/2 + 1 ആണ്. നമ്മൾ ആർ എന്ന് പറയുന്ന ടേം എഴുതുന്നില്ലേ, therefore n/2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? ഗീവൺ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 6/2 + 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 6/2 എന്ന് പറഞ്ഞാൽ എന്താ? 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആറിൻ്റെ വാല്യൂ കിട്ടി. നമ്മളെ ഫോർമുല പ്രകാരം എന്താണ്? NCR x raised to n minus r into a raised to r എന്നാണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. c അങ്ങനെ തന്നെ. r is equal to 4. എക്സിന് ചേഞ്ച് ഒന്നുമില്ല, എക്സ് അങ്ങനെ തന്നെ. n എന്ന് പറയുന്നതിൽ n is equal to 6 minus r എന്ന് പറഞ്ഞാൽ എത്ര? r is equal to 4 into a is given as 1 by x whole raised to r is equal to 4. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക? ചെറുതാക്കിയിട്ട് ഒന്നും കൂടി ചെറുതാക്കിയിട്ട് എഴുതാം. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് a is equal to minus 1 by x ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കൂ, a is equal to minus 1 by x whole raised to ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. therefore r is equal to അല്ല സോറി r + 1 is equal to ആണ് എന്ത് കിട്ടുന്നത്? 4 കിട്ടുന്നത്. അപ്പോൾ നമ്മളതിൽ ചെറിയൊരു ചേഞ്ച് വരും. ഈ ഇക്വേഷനിൽ എന്താണ്? r + 1 ഞാൻ സോറി അത് പെട്ടെന്ന് തെറ്റിപ്പോയി. r + 1 is equal to എന്ത് കൊടുക്കും? 4 ആണെന്ന് കൊടുക്കും. r is equal to എന്താണ്? 3 ആണെന്ന് വരും. നമ്മളെ ഫോർമുലയിൽ എന്താവും? NCR x raised to n minus r into a raised to r അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നതിലോട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 6 into r is equal to 3. x എന്ന് പറയുന്ന ഗീവൺ ആണ്. x raised to n is equal to n എത്രയാണ്? 6 minus 3 whole raised to minus 1 by whole raised to a എന്ന് പറയുന്നത് 1 by x whole raised to r എന്ന് പറയുന്നത് എന്താ? 3. അപ്പോൾ അതൊന്നും മാറിപ്പോവരുത്. ഞാൻ ഓർമ്മയില്ലാതെ r + 1 എന്ന് പറഞ്ഞ് എടുത്തു പോയി. r എന്നല്ല, r + 1 is equal to r plus ഫസ്റ്റ് ടേം എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്താണ്? ഇതൊന്നും കൂടി നമുക്ക് ചെറുതാക്കാം. ചെറുതാക്കി കഴിഞ്ഞാൽ എന്താ? 63 എന്നൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കാണാം കേട്ടോ. x raised to 3 minus 1 by x ഹോൾ ക്യൂബ് ആകുമ്പോൾ തന്നെ വരിക? minus 1 by x ക്യൂബ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ചെറുതാക്കാം. ഇത്ര എഴുതിയാലും ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, ഇനി ഇത് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുല ഏതാണ്? ഇത് മറന്നു പോകരുത്. NCR x raised to n minus r into a raised to r. അതുപോലെ ഈവൺ ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ n/2 + 1. അതുപോലെ ഈ 3 കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. എന്നാൽ ഈസി ആയിട്ട് ചെയ്യാം. r അല്ല, r + 1 n/2 + 1 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. r + 1 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ ഫോർമുലയ്ക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഫോർമുല ബൈനോമിയലിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഫോർമുലയാണിത്. ബൈനോമിയൽ സെക്ഷൻ നിങ്ങൾ ഒഴിവാക്കരുത്. ബൈനോമിയലിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. അപ്പോൾ ബൈനോമിയലിൽ എന്തൊക്കെയാ വെച്ചാൽ പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ എക്സ്പാൻഷൻ,
നെഗറ്റീവ് ഇൻറ്റിജറിൻ്റെ എക്സ്പാൻഷൻ സാർ മോർണിംഗിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്തെടുത്തത്, മിഡിൽ ടേമും അതുപോലെ തന്നെ നമ്മളതിന് മുന്നേ തേർഡ് ടേം അല്ലെങ്കിൽ ഫോർത്ത് ടേം ഏതെങ്കിലും ഒരു ടേം കാണാനും ചോദിക്കും എക്സ്പാൻഷനിൽ, ആ ടൈപ്പ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുല ഒന്നുകൂടി ഓർത്ത് വെക്കുക, NCR x⁻n−r ഇൻറ്റു a⁻r. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ വരെ എത്തി. നമുക്ക് 12th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12th ക്വസ്റ്റ്യൻ ഞാൻ മെട്രിക്സിലെയാണ് എടുത്തിട്ടുള്ളത്, മിക്സ് ചെയ്തിട്ടാണ് ഇട്ടുള്ളത്. ഓക്കെ, 12th ക്വസ്റ്റ്യൻ ഇഫ് എ എന്ന് പറയുന്ന മെട്രിക്സ് നിങ്ങൾക്ക് ഗീവൺ ആണ്. ഗീവൺ എ ഈസ് ഈക്വൽ ടു 1 0 5 -2 1 6 3 2 7 ആൻഡ് ഇഫ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നിങ്ങളോട് കാണാൻ ചോദിച്ചിട്ടുള്ള എന്താ, കമ്പ്യൂട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ട്രാൻസ്പോസ് ആൻഡ് ഷോ ദാറ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് എന്താണെന്ന് തെളിയിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്, എന്താ സിമ്മട്രിക് ആണെന്നാണ് തെളിയിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഷോ ദാറ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമ്മട്രിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എന്ത് കമ്പ്യൂട്ട് ചെയ്യണം, എ പ്ലസ് എ ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ റോസ് ഒക്കെ എന്തായി മാറും, കോളമായിട്ട് മാറും. കോളം ഉണ്ടായിരുന്നൊക്കെ എന്തായി മാറും, റോ ആയി മാറും. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ്ലി എന്തിലേക്ക് പോവാണ്, എ ട്രാൻസ്പോസിലേക്ക് പോവാം. അപ്പം നമ്മൾ 1 -2 3 എന്നുള്ളത് എവിടെ വരും, 1 -2 3. അടുത്തതോ 0 1 2 എന്നുള്ളത് എവിടെ വരും, ഇങ്ങനെ വരും. 5 6 7 എന്നുള്ള ഈ റോ എന്തായി മാറും, അല്ല ഈ കോളം എന്തായി മാറും, റോ ആയി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 6 7. ഇപ്പം എന്ത് കിട്ടി, എ എന്നുള്ള മെട്രിക്സും എ ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സും. അടുത്ത് നമുക്ക് എന്താണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞുള്ളത്, നമ്മളോട് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് കാണാൻ പറഞ്ഞത്. എ പ്ലസ് എ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് ആഡ് ചെയ്യുക, രണ്ട് മെട്രിക്സ് ആഡ് ചെയ്ത് എന്താ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 -2 8. അടുത്തതോ -2 2 8. ലാസ്റ്റതോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 8 സെൻസ് 14. ഓക്കെ, ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ്. നമ്മളോട് എന്താ പറഞ്ഞത്, അത് സിമ്മട്രിക് ആണെന്നാണ് തെളിയിക്കാൻ ചോദിച്ചത്. എന്താണ് സിമ്മട്രിക് ആണെന്ന് തെളിയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മെട്രിക്സ് സിമ്മട്രിക് ആണെന്ന് തെളിയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ട് ഒന്നും കൂടി ട്രാൻസ്പോസ് കാണും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ മെട്രിക്സിനെ ഒന്നും കൂടി ട്രാൻസ്പോസ് ചെയ്യുക. എ പ്ലസ് എ ട്രാൻസ്പോസിനെ ഒന്നും കൂടി ട്രാൻസ്പോസ് ചെയ്താൽ എന്തിന് ഈക്വൽ ആയിരിക്കും, എ പ്ലസ് എ ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെട്രിക്സ് എന്താണെന്ന് പറയാം, സിമ്മട്രിക് ആണെന്ന് പറയാം. അപ്പം നമുക്കിപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്ത് കാണാം, എ പ്ലസ് എ ട്രാൻസ്പോസ് ഒന്നും കൂടി ആ മെട്രിക്സിന് എന്ത് കാണാം, ട്രാൻസ്പോസ് കാണാം. അപ്പോൾ ട്രാൻസ്പോസ് കാണുമ്പോൾ എന്താ ചേഞ്ച് വരാൻ നോക്കൂ, 2 -2 8 എന്ന് പറയുന്നത് എന്തായി മാറും, കോളായിട്ട് മാറും. 2 -2 8. അടുത്തതോ -2 2 8. നെക്സ്റ്റോ 8 8 14 എന്നുള്ളത് എന്തായി മാറും, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 8 14. അപ്പോൾ നമുക്ക് നോക്കൂ, എ പ്ലസ് എ ട്രാൻസ്പോസും എ പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസും സെയിം ആണ്, ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ദേ ആർ സിമ്മട്രിക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കണ്ടീഷൻ നമുക്കൊന്ന് എഴുതാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ സോ ദേ ആർ എന്താണ്, സിമ്മട്രിക് കേട്ടോ. സിമ്മട്രിക് ആണെന്നുള്ള കണ്ടീഷൻ ഈസിയാണ്. ട്രാൻസ്പോസ് എടുക്കുക, ആ ട്രാൻസ്പോസ് എടുത്ത മെട്രിക്സിന് ഒന്നും കൂടി ട്രാൻസ്പോസ് എടുക്കുക. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടി ഉണ്ട്. അത് സാറ് മോർണിംഗത്തെ സെക്ഷനിൽ സാർ എടുത്തിട്ടുണ്ട്, സ്ക്യൂ സിമെട്രിക് എന്നുള്ള സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു. രണ്ട് മെട്രിക്സ് തരുന്ന ഒരു മെട്രിക്സ് തന്നാൽ ട്രാൻസ്പോസ് കാണുക, എ പ്ലസ് എ ട്രാൻസ്പോസ് കാണുക, അതിൻ്റെ എന്ത് ചെയ്യുക, ഒന്നുകൂടി ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, സിമ്മട്രിക് ആണെന്ന് പറയാം. ഇനി 13th ക്വസ്റ്റ്യനിലേക്ക് പോവാം.
സോൾവ് ഫോർ എക്സ്. 13th ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 15 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 13th ആയി. നിങ്ങളെ വിലപ്പെട്ട സമയമാണ്, ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കി ചെയ്യാം. സോൾവ് ഫോർ എക്സ് 3, 1, 9 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാണെന്നുള്ളത് 2x 2, 6 തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ 3 തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇതിൽ എന്താ കാണാൻ ചോദിച്ചിട്ടുള്ളത്? എക്സ് ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെട്രിക്സിൻ്റെ ആണെങ്കിലാണ് നമ്മൾ സ്ക്വയറിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് തന്നുള്ളത് ഡിറ്റർമിനൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണുന്ന ഫോർമാറ്റ് എങ്ങനെയാണ്? ഫസ്റ്റത്തെ റോയും കോളും ഒഴിവാക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2, സോറി, ഈ റോയും ഈ കോളും ഒഴിവാക്കിയ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2 മൈനസ് എന്ത് വരും? 6 × 3 മൈനസ് 1 ഇൻറ്റു ഈ റോയും ഈ കോളും ഒഴിവാക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x × 3 മൈനസ് എന്ത് വരും? 6x² പ്ലസ് അടുത്ത ആരാ? 9. 9ൻ്റെ റോയും കോളും ഒഴിവാക്കി എന്താ വരിക? 2x × 3 മൈനസ് 2x². ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തിന് ഇക്വേറ്റ് ചെയ്യുക? 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ഇക്വേഷൻ ഒന്നും കൂടി സോൾവ് ചെയ്യുക. ഇക്വേഷൻ എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു x² മൈനസ് 4x + 3. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ സോൾവ് ചെയ്യുക. ചില 6 - 12 അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുക. അപ്പോൾ ടൈം കുറേ കൺസ്യൂമിങ് ആണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചെയ്ത് നോക്കുക. എന്നിട്ട് ഇക്വേഷൻ ഒന്ന് ചെറുതാക്കുക. ഇക്വേഷൻ ചെറുതായി കഴിഞ്ഞാൽ എന്താ? x² മൈനസ് 4x + 3 എന്ന് കിട്ടി. ഇനി ഇതിൽ എക്സിന് എക്സിൻ്റെ കോഎഫിഷ്യൻസ്, എക്സിന് എത്ര വേരിയബിൾസ്, എക്സിന് എത്ര വാല്യൂസ് ഉണ്ട്? x² എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എക്സിൻ്റെ വാല്യൂസ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം? 3 കിട്ടണം. ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? -4 കിട്ടണം. അപ്പോൾ ആ നമ്പേഴ്സ് ഏതാണെന്നാണ് നോക്കേണ്ടത്. therefore that is equal to എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 2ഉം പ്ലസ് ആണ് വന്നിട്ടുള്ളത്. therefore it is equal to എക്സിൻ്റെ വാരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 2 ഉണ്ടായിരിക്കും. എക്സിൻ്റെ വാല്യൂ x is equal to 3യും therefore x is equal to 3 and x equal to -1. എക്സിൻ്റെ വാല്യൂസ് x is equal to 3 and x equal to -1. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി പോവുകയാണ്. ഒന്നുമില്ല, ഡിറ്റർമിൻ്റെ ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡിറ്റർമിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. എന്തല്ല, സ്ക്വയർ റെപ്രസെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലാത്ത എന്താണ്? ഡിറ്റർമിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ രീതിയിൽ ചെയ്തു പോവുക. ഓക്കെ, നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. ഇത് നമ്മളെ ഇൻ്റഗ്രേഷൻ്റെ സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ ലൈൻ. ഒരു ലൈനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2x + y is equal to 1 and y is equal to x² minus 6x + 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ് ബിറ്റ്വീൻ ദ ലൈനിൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട് ആൻഡ് ദ കേർവ്, ഒരു കേർവിൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. ആൻഡ് കേർവ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു x² മൈനസ് 6x + 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അതിനെ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? ലൈനിൻ്റെ ഇക്വേഷനിൽ എന്താ തന്നുള്ളത്? y ഈസ് ഈക്വൽ ടു, വൈൻ്റെ ഇക്വേഷനാക്കി മാറ്റുമ്പോൾ y ഈസ് ഈക്വൽ ടു 1 - 2x എന്ന് വരും. ഇവിടെ y ഈക്വൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു x² മൈനസ് 6x + 4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഉള്ളത്തെ ഏരിയ എൻക്ലോസ് ചെയ്തതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഏരിയ എൻക്ലോസ് ചെയ്യുന്നത് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - നമ്മളെ ഇക്വേഷൻ ഏതാ? 1 - 2x എന്ന് പറയുന്നതിൽ നിന്ന് ആരെ കുറയ്ക്കുക? x² മൈനസ് 6x + 4 കുറയ്ക്കുക. ഓക്കെ, ഇത്ര dx. ഇതാണ് ഇക്വേഷൻ. പക്ഷെ നമുക്കിതിൽ എന്ത് തന്നിട്ടില്ല? ലിമിറ്റ് തന്നിട്ടില്ല. അപ്പോൾ ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? വേറെ തന്നെ കണ്ടുപിടിക്കണം. വേറെ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഒന്ന് ചെറുതാക്കുക. ഈ ഇക്വേഷനെ ചെറുതാക്കി കഴിഞ്ഞാൽ എന്താ വരിക? 1 - 2x - x² + 6x - 4
dx. ഓക്കെ, ഇതിൽ ഒന്നുകൂടി ചെറുതാക്കിയാൽ എന്താ വരിക നോക്കൂ, എക്സ് സ്ക്വയറിൻ്റെ ഫസ്റ്റ് എഴുതാം, -x², പിന്നെ അടുത്തതോ -x² + 4x, അടുത്തതോ -4ഉം 1ഉം ദാറ്റ് ഈസ് ഈക്വൽ ടു -3 dx. ഈ ഇക്വേഷനിൽ നിന്ന് വേണം നമുക്ക് ആരെ കണ്ടുപിടിക്കണം, നമുക്ക് ആ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ ലിമിറ്റ് ആണ് x² - 4x + 3 ഈസ് ഈക്വൽ ടു എന്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ദാറ്റ് therefore it is equal to x + 3, x - 3ഉം അതുപോലെ തന്നെ x - 1ഉം അല്ലേ, രണ്ടും എന്തുതന്നെയാണ് വന്നുള്ളത്, മൈനസ് ആണ് വന്നിട്ടുള്ളത്. therefore x - 3 and x - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. x ഈക്വൽ ടു എന്തായി മാറും, 3ഉം x ഈക്വൽ ടു എന്താണ് 1ഉം ആയിട്ട്. ഓക്കെ, 1 ആയിട്ട് മാറും. അത് നമുക്ക് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ -3 × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ആവും. ആഡ് ചെയ്യുമ്പോഴോ -3 + -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -4. അപ്പോൾ എക്സിൻ്റെ വേരിയബിൾസ് എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. അപ്പോൾ ആ ലിമിറ്റ് നമുക്ക് കിട്ടി. ലിമിറ്റ് നോക്കൂ, ലോവർ ലിമിറ്റ് ഏതാ 1 മുതൽ, അപ്പർ ലിമിറ്റ് ഏതിലേക്കാണ് അവസാനിക്കുന്നത് 1 to 3. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, -x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, x² - x³ എന്ത് വരും 3. x⁻n എന്താ, x⁻n+1/n+1 പ്ലസ്, അത് പ്ലസിന് യാതൊരു ചേഞ്ചും ഇല്ല. 4 അതേപോലെ തന്നെ x² എന്ത് വരും 2 -3 × എന്ത് വരും 3 × ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 3 × എന്ത് വരും 1 ആണ്. therefore it is equal to -3x. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് കൊടുക്കണം, ലിമിറ്റ് 1 മുതൽ ഏത് വരെയാണ് ലിമിറ്റ് ചെയ്യാനുള്ളത്, 1 to 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മുതൽ ഏത് ഹയർ അപ്പർ ലിമിറ്റ് ഏതാ 3 ആണ്, ലോവർ ലിമിറ്റ് ഏതാണ് 1 ആണ്. therefore നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ഇതുവരെ എത്തിച്ചതിന് ശേഷം എക്സ് എന്നുള്ളിടത്തൊക്കെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫസ്റ്റ് എക്സ് ഉള്ളിടത്തൊക്കെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് എക്സ് ഉള്ളിടത്തൊക്കെ ഇനി ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിൽ ചെയ്യുക, 4/3 സ്ക്വയർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യേണ്ട മെത്തേഡ്. therefore ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യാൻ മറന്നു പോകണ്ട. ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനും വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്തു, പാരബോളയുടെ കേവും റെപ്രസെൻറ്റ് ചെയ്ത് 2 ഇക്വേഷൻസ്. എന്നിട്ട് നമ്മളോട് ഏരിയയാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവില്ല. ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ഇക്വേഷൻ വെച്ചാൽ ഫസ്റ്റത്തെ ഇക്വേഷനെ വൈൻ്റെ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്തു, മൈനസ് നെക്സ്റ്റ് ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്തു. ആ രണ്ടും മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷനെ ഒന്നും കൂടി ചെറുതാക്കി ആ ഇക്വേഷനെ എന്തിന് ഇക്വേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് x - 3ഉം x - 1ഉം ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ x = 3ഉം നെക്സ്റ്റ് ഏതാ x = 1 ആണെന്നും കിട്ടും. ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 to 3 എന്നുള്ള ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നതിന് ശേഷം അപ്പർ ലിമിറ്റ് ഫസ്റ്റ് എല്ലാ എക്സ് എന്നുള്ളിടത്തും അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് അടുത്ത എക്സ് ഉള്ളിടത്തൊക്കെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, ആൻസർ കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 സ്ക്വയർ യൂണിറ്റ്. നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. 15th ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു 2 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 മാർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിൻ്റെ കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 14 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. 15th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ in the direction, find the unit vector in the direction action of 2i minus 3j plus k. I, j, k എന്നൊക്കെയാണ്. വെക്ടറിൻ്റെ നെയിം ഒന്നും തന്നിട്ടില്ല. അവരെന്താ കണക്ക് ചോദിച്ചുള്ളത്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ വെക്ടറിനെ എ എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യാം. എ ഈസ് ഈക്വൽ ടു എന്താ, 2i minus 3j plus k എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. 2i minus 3j plus k എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. a by modulus a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ കാണാനുള്ളത് a by modulus a ആണ്. അപ്പോൾ തന്ന വെക്ടറിന് എന്ത് ചെയ്തു,
അങ്ങനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുക. ഡിവൈഡ് ബൈ മോഡുലസ് എങ്ങനെ കാണാം? therefore 2 square plus 3 square plus 1 square. K ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 1. therefore that is equal to 2i minus 3j plus k ഡിവൈഡ് ബൈ അടുത്തത് 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 plus 9 plus 1 that is equal to 2i minus 3j plus k that is equal to root 14. അപ്പോൾ യൂണിറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല ഓർത്ത് വെക്കുക. എന്താണ്? a by മോഡുലസ് a. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ സ്ഥിരം ചോദിക്കാറുള്ളത് ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ഡിറ്റർമിനൻറ്റ് കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ഡിറ്റർമിൻ്റെ റെപ്രസെൻറ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ്? ഫൈൻഡ് എന്നുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് വന്നിട്ടുണ്ടാവും? ഡിറ്റർമിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയല്ലേ? സീക്ക് തീറ്റ ടാൻ തീറ്റ ടാൻ തീറ്റ സീക്ക് തീറ്റ ഇത്രയും. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കാണുന്ന ഒന്നും മാറിപ്പോകരുത്. ഏത് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1. ഓക്കെ, അപ്പോൾ ഇത് അതിൽ നിന്ന് ആരെ കുറയ്ക്കുക? ടാൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിന് ഇൻ്റഗ്രൽ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു x raised to n എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളോട് പറഞ്ഞു. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് 15th 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻറ്റ് ചോദിക്കാറില്ല. എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 dx. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എക്സ് ക്യൂബിന് എന്നുള്ള ടേമിന് എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. എക്സ് ക്യൂബിനുള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താ? x raised to m ഇൻറ്റു x raised to n എന്ന് പറഞ്ഞാൽ എന്താ? x raised to m plus n. therefore x raised to എന്ത് വരും? 6 പ്ലസ് അടുത്ത x raised to ആരാ? ക്യൂബ് ഇൻ്റഗ്രൽ dx. ഇനി എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരാം? x raised to 6 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ? x raised to 7/7 പ്ലസ് x raised to 4/4 പ്ലസ് എന്ത് എഴുതാൻ മറക്കരുത്? സി എന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ നന്നായിട്ട് എക്സാമൊക്കെ എഴുതുക. യാതൊരു ടെൻഷനും ഫീൽ ചെയ്യേണ്ട. എക്സാമൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ഓൾ സ്റ്റുഡൻസ് വാച്ചിങ് ദിസ് വീഡിയോ.